ഞാൻ ഹൈറേഞ്ചിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇടുക്കി ജില്ലയിൽ ഏലപ്പാറയ്ക്കടുത്ത് ഉപ്പുകുളം എന്ന തേയില എസ്റ്റേറ്റിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. 13-14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷയിലേക്ക് വരുന്നത്. ഒരു രോഗസൗഖ്യത്തിലൂടെയാണ് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്നത്. അന്നേ കാലങ്ങളിൽ ഏലപ്പാറ, നടുക്കാനം, പ്രത്യേകിച്ച് ബോണാമി, ചപ്പാത്ത് ഇങ്ങനെയുള്ള പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കൺവെൻഷനുകൾ, ഒരു സീസണായി കഴിഞ്ഞാൽ കൺവെൻഷനുകൾ നടക്കാറുണ്ട്. പ്രധാന പ്രാസംഗികൻ ലാസർ വി മാത്യു ആണ്. പിന്നെ A. ചാക്കോ. അന്നത്തെ കാലങ്ങളിൽ ഹൈറേഞ്ചിൽ ശക്തമായിട്ട് ഇവരൊക്കെ ആയിരുന്നു. ചിറ്റാർ ജോൺ സാറ്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാ കൺവെൻഷനും ഒടുവിലത്തെ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് എല്ലാവരുടെയും പ്രസംഗ വിഷയം. പ്രത്യേകിച്ച് 3-ാം ദിവസം അല്ലെങ്കിൽ ഒടുവിലത്തെ ദിവസം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചാണ്. പക്ഷെ ഇന്ന് വളരെ വിരളമായി മാത്രം കേൾക്കുന്ന ഒരു സന്ദേശമായി മാറിയിട്ടുണ്ട്. ഒട്ടുമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ കുറവാണ്. സത്യത്തിൽ നമ്മെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരവാണ്. അതിനുശേഷം സംഭവിക്കുന്ന സംഭവങ്ങൾ, ക്രിസ്തു തൻ്റെ സഭയെ ചേർത്തുകൊള്ളുവാനായി മടങ്ങി വരുന്നതാണ് നമ്മുടെ ജീവിതത്തെ ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് നമ്മെ നയിക്കുന്ന, പ്രത്യാശയോടുകൂടെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1:9 മുതൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത് നേരിട്ട് കണ്ടു നിൽക്കുന്ന ശിഷ്യഗണങ്ങൾ ഒരു പ്രത്യേക അനുഭവത്തിലാണ് അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ 2 പുരുഷന്മാർ, വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഗലീല പുരുഷന്മാർ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉള്ളം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായിട്ട് ദാഹിക്കുന്നുണ്ട്. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടോ? കുറഞ്ഞു പോയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട തിരുവചനങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനം 4:16 പൗലോസ് ലേഖനം. യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ കർത്താവ് അത് അരുളി ചെയ്യുന്നുണ്ട്. എത്ര ആശ്വാസകരമായിട്ടുള്ള, പ്രത്യാശപരമായിട്ടുള്ള വചനങ്ങളാണ് അത് നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്ത് നടക്കുന്ന ലക്ഷണങ്ങൾ ഒക്കെ തിരുവനന്തപുരത്ത് നമ്മൾ കാണുവാനായിട്ട്, ഞാൻ അതിന് വിശദമായി സംസാരിക്കാനുള്ള സമയം അല്ലല്ലോ ഇത്. ജസ്റ്റ് ഒരു വാക്കിൽ, ക്രിസ്തു രണ്ടാമത് മടങ്ങി വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊള്ളുവാനായി യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ, പാപക്ഷമ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ദൈവാത്മാവിൻ്റെ നിറവോടുകൂടെ ശക്തിയോടെ ജീവിച്ച് അവനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവൻ്റെ മടങ്ങി വരുമെങ്കിൽ നാം അവനോടുകൂടെ എടുക്കപ്പെടും. എത്ര ശ്രേഷ്ഠമായൊരു അനുഭവമാണ്. അത് നമ്മുടെ ഉള്ളത്തെ ത്രസിപ്പിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. ആമേൻ.